പാലക്കാട് ഇലക്ഷന് പിന്നാലെ കേരളക്കര ഏറെ ഞെട്ടിയ സംഭവമാണ് ബി.ജെ.പി. അംഗമായ സന്ദീപ് വാര്യർ ബി.ജെ.പി. വിട്ട് കോൺഗ്രസിൽ ചേക്കേറിയത്. അതേ തുടർന്ന് നിരവധി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സന്ദീപ് വാര്യർ. ബി.ജെ.പി. വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്ക് വെറും നിമിഷ നേരം കൊണ്ട് നഷ്ടമായത് ഏകദേശം 7000 ഫോളോവേഴ്സിനെയാണ്. ബി.ജെ.പി. വിട്ട് കോൺഗ്രസിൽ ചേരുന്നതിന് മുമ്പ് ഫേസ്ബുക്കിൽ 3,18,000 ഫോളോവേഴ്സാണ് സന്ദീപ് വാര്യർക്കുണ്ടായിരുന്നത്. എന്നാൽ കോൺഗ്രസിലെത്തി നിമിഷങ്ങൾക്കകം ഇത് 3,11,000 കുറഞ്ഞു. ബി.ജെ.പി. പ്രവർത്തകർ കൂട്ടത്തോടെ അൺഫോളോ ചെയ്തതോടെയാണ് സോഷ്യൽ മീഡിയയിൽ സന്ദീപിന് വലിയ തിരിച്ചടികളുണ്ടായത്. ഫോളോവർമാരുടെ എണ്ണം ഇനിയും കുറയുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിലെത്തി മണിക്കൂറുകൾക്കകം സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലെ ബയോ തിരുത്തിയിരുന്നു. കോൺഗ്രസ് ക്യാമ്പിലെത്തി അംഗത്വമെടുത്ത ശേഷം ഫേസ്ബുക്ക് പേജിലെ ബയോയിൽ ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന് തുടർന്നതിനെ ബി.ജെ.പി. പ്രവർത്തകർ വിമർശിച്ചിരുന്നു. തുടർന്നാണ് ഇത് മാറ്റി കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് തിരുത്തിയത്. എന്നാൽ സന്ദീപിന്റെ മുൻകാല പോസ്റ്റുകൾ തപ്പിയെടുത്ത് ട്രോൾ രൂപത്തിൽ പ്രചരിപ്പിക്കുകയാണ് ഇടത് ബി.ജെ.പി. പ്രവർത്തകർ. കെ സുധാകരൻ കെ.പി.സി.സി. അധ്യക്ഷനായപ്പോൾ സന്ദീപ് കുറിച്ച വരികളാണ് അതിലൊന്ന്. കീരിക്കാടൻ ജോസ് ആണെന്ന് കരുതി കെ.പി.സി.സി. പ്രസിഡന്റാക്കിയത് കീലേരി അച്ചുവിനെ എന്ന അന്നത്തെ കുറിപ്പാണ് സുധാകരനൊപ്പമുള്ള സന്ദീപിന്റെ ചിത്രത്തിനൊപ്പം പ്രചരിക്കുന്നത്. കെ.പി.സി.സി. യോഗത്തിൽ കണ്ടുമുട്ടിയ സന്ദീപ് വാര്യരെയും ജ്യോതികുമാർ ചാമക്കാലയുടെയും മീമുകളും വൈറലാവുകയാണ്. ഇരുവരും തമ്മിലുണ്ടായ ചാനൽ ചർച്ചയിലെ വാടാപോടാ വിളിയെ സൂചിപ്പിക്കുന്നതാണ് ഈ മീമുകൾ. ബി.ജെ.പി. സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞു നിന്ന സന്ദീപ് വാര്യർ ശനിയാഴ്ച രാവിലെയാണ് കോൺഗ്രസിൽ ചേർന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി. സെക്രട്ടറി ദീപാദാസ് മുൻഷി, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചേർന്ന് സന്ദീപിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. വൻ സ്വീകാര്യതയാണ് പാലക്കാട്ട് സന്ദീപിന് കോൺഗ്രസ് നേതാക്കൾ ഒരുക്കിയത്. അതേസമയം തന്നെ കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരോട് വെല്ലുവിളിയുമായി CPIM കേരള സംസ്ഥാന കമ്മിറ്റി അംഗമായ അനിൽകുമാർ രംഗത്ത് വരികയും ചെയ്തു. പാലക്കാട് വന്ന് പരസ്യമായി RSSന്റെ ഗണവേഷം അഴിക്കുമോ എന്നും RSSനെ തള്ളിപ്പറയുമോ എന്നും വിചാരധാരയെ നിരാകരിക്കുമോ എന്നും അനിൽകുമാർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. അണ്ണാൻ മൂത്താലും മരം കയറ്റം മറക്കില്ല. താങ്കൾ RSSകാരനല്ലേ? അത് താങ്കൾ ഉപേക്ഷിക്കുമോ? താങ്കൾക്ക് RSSൽ നിന്നും രാജിവെക്കാനാവില്ല. കാരണം RSS നിയമാനുസരണം പ്രവർത്തിക്കുന്ന ഭരണഘടനയുള്ള സംഘടനയല്ല. അംഗത്വ ഫീസില്ല, രജിസ്റ്റർ ഇല്ല, ഒരു രേഖയുമില്ല. ഒരാൾക്ക് RSSൽ പ്രവർത്തിക്കാൻ അംഗത്വം ആവശ്യമില്ല എന്നും അനിൽകുമാർ വ്യക്തമാക്കി. ഗണവേഷധാരിയായി ശാഖയിലെത്തിയാൽ മതി. ഗാന്ധി ഘാതകരുടെ RSS ബന്ധം തർക്കവിഷയമായത് ഇതിനാലാണെന്നും ഒരാൾക്ക് RSS ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ രേഖകളില്ല എന്നും അനിൽകുമാർ വ്യക്തമാക്കി. കൊടകര കുഴൽപ്പണക്കടത്തുകാരൻ ധർമ്മരാജൻ മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ പരസ്പരം ബന്ധപ്പെടുത്തുന്ന ഏക ഘടനാ ഗണവേഷമാണ്. അത് പരസ്യമായി ഉപേക്ഷിക്കാൻ പാലക്കാട് കോട്ടമൈതാനത്തേക്ക് വരൂ എന്നാണ് അനിൽകുമാർ വെല്ലുവിളിച്ചത്. സന്ദീപ് വാര്യരുടെ വലതുവശത്ത് RSS ശാഖയ്ക്ക് കാവൽ നിന്നയാളും ഇടത് ഗോവാൾക്കറെ തൊഴുന്നയാളുമെന്ന് കെ ബാലനും പ്രതികരിച്ചിരുന്നു. പാണക്കാട് താങ്കൾ ചെന്നതായി കണ്ടുവെന്നും RSSകാരനുമായി തന്നെ അവിടെ ചെല്ലുന്നതിൽ അവർക്ക് തർക്കമില്ല. SCPIക്ക് അവിടെ സ്വാഗതമുണ്ടെന്നും അനിൽകുമാർ കുറിച്ചു. SDPIയോടുള്ള സന്ദീപ് വാര്യരുടെ നിലപാട് ഉപേക്ഷിച്ചോ എന്നും അനിൽകുമാർ ചോദിക്കുകയുണ്ടായി. SDPI പിന്തുണ പാലക്കാട് DFI സ്വീകരിക്കുന്നതിൽ സന്ദീപ് വാര്യരുടെ നിലപാട് എന്തെന്നും പ്രതികരിക്കുമോ എന്നും അനിൽകുമാർ പോസ്റ്റിലൂടെ ചോദിക്കുന്നു. മനസ്സിന് വിശാലത വന്നാൽ RSSനെ മാത്രമല്ല താങ്കളുടെ കൂട്ടുകാരായ HCPIയെയും ഉപേക്ഷിക്കാൻ ധൈര്യമുണ്ടോ എന്നും അഡ്വക്കേറ്റ് അനിൽകുമാർ പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ചു.